ബലൂചിസ്ഥാൻ പ്രവിശ്യയിലുള്ള ക്വറ്റയ്ക്ക് സമീപം പാക് സൈനിക ട്രെയിനിന് നേരെ ആക്രമണം. 82 സൈനികരെ വധിച്ചെന്ന് BLA അവകാശവാദം. ട്രെയിനിന് നേരെയുണ്ടായ ആക്രമണത്തിന്റെ ഉത്തരവാദിത്തം നിരോധിത വിഘടനവാദി സംഘടനയായ ബലൂച്ച് ലിബറേഷൻ ആർമി ഏറ്റെടുത്തു എന്നതാണ് റിപ്പോർട്ട്. ക്വറ്റ കണ്ടോൺമെന്റിന് സമീപം നടന്ന ഈ ആക്രമണത്തിൽ പാക് സൈന്യത്തിലെ 82 സൈനികർ കൊല്ലപ്പെട്ടതായും 121 പേർക്ക് ഗുരുതരമായി തന്നെ പരിക്കേറ്റതുമായാണ് സംഘടന അവകാശപ്പെടുന്നത്. അതേപോലെ തന്നെ BLAയുടെ ചാവേർ സ്ക്വാഡ് വിഭാഗമായ മാജിദ് ബ്രിഗേഡ് പുറത്തിറക്കിയ ഔദ്യോഗിക പ്രസ്താവനയിലാണ് ആക്രമണത്തിന്റെ വിശദാംശങ്ങൾ പുറത്തുവിട്ടിരിക്കുന്നത്. ക്വറ്റ കണ്ടോൺമെന്റ് റെയിൽവേ സ്റ്റേഷന് സമീപത്തുള്ള ചമാർ ഫട്ടേക്ക് മേഖലയിലുള്ള അവിടെ കൂടെ സഞ്ചരിച്ചിരുന്ന സൈനികർക്കായുള്ള പ്രത്യേക ഷട്ടിൽ ട്രെയിനാണ് ആക്രമണം ലക്ഷ്യമിട്ടത് എന്നതാണ് ഇപ്പോൾ BLA വ്യക്തമാക്കിയിരിക്കുന്നത്. തങ്ങളുടെ ഫിയാദിയൻ യൂണിറ്റും അതുപോലെ സിബാദ് എന്ന രഹസ്യാന്വേഷണ വിഭാഗവും ചേർന്നുകൊണ്ടാണ് ഈ ആക്രമണം ആസൂത്രണം ചെയ്ത് നടപ്പിലാക്കിയത് എന്നതാണ് സംഘടനയുടെ അവകാശവാദം. ആക്രമണത്തിന്റെ രീതി സംബന്ധിച്ച് കൂടുതൽ വിവരങ്ങൾ പുറത്തു വന്നിട്ടില്ലെങ്കിൽ പോലും ട്രെയിനിന് നേരെ ശക്തമായ സ്ഫോടനവും തുടർന്ന് വെടിവെപ്പും ഉണ്ടായതായി തന്നെ പ്രാഥമിക റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നു. സംഭവത്തിന് പിന്നാലെ തന്നെ പ്രദേശത്ത് പാക് സൈന്യം വൻ സുരക്ഷാ നീക്കമാണ് ആരംഭിച്ചിരിക്കുന്നത്. ക്വറ്റ കണ്ടോൺമെന്റ് മേഖലയിലും അതിർത്തി പ്രദേശങ്ങളിലും എല്ലാം തന്നെ പരിശോധനയും സൈനിക നിരീക്ഷണവും ഇപ്പോൾ ശക്തമാക്കിയിട്ടുണ്ട്. ബലൂച്ച് ലിബറേഷൻ ആർമി കഴിഞ്ഞ കുറച്ചു വർഷങ്ങളായി തന്നെ പാക് സൈന്യത്തെയും ചൈനീസ് പദ്ധതികളെയും ലക്ഷ്യമിട്ടുകൊണ്ട് നിരന്തരമായി തന്നെ ആക്രമണങ്ങൾ നടത്തിവരുന്ന ഒരു സംഘടനയാണ്. അതേപോലെ തന്നെ ബലൂചിസ്ഥാനിലെ സ്വാതന്ത്ര്യ അവകാശം ഉന്നയിച്ചാണ് ഇവരുടെ ആയുധ പോരാട്ടം തുടരുന്നത്. എന്നാൽ ഈ ആക്രമണത്തിൽ കൊല്ലപ്പെട്ടവരുടെ കണക്ക് പാകിസ്ഥാൻ ഔദ്യോഗികമായി തന്നെ സ്ഥിരീകരിച്ചിട്ടില്ല. അതേസമയം BLAയുടെ അവകാശവാദം രാജ്യത്തിനകത്തും അന്താരാഷ്ട്ര തലത്തിലും വലിയ ആശങ്ക ഉയർത്തിയിരിക്കുകയാണ്. സുരക്ഷാ വിദഗ്ധർ പറയുന്നതനുസരിച്ച് ബലൂചിസ്ഥാനിൽ പാക് സൈനികർക്കെതിരെ നടക്കുന്ന ആക്രമണങ്ങളുടെ ആ ഒരു വ്യാപ്തിയും സാങ്കേതിക ശേഷിയും മുൻകാലങ്ങളിലേക്കാൾ ഉയർന്നു എന്നതിന്റെ സൂചനയാണ് ഈ സംഭവം ഇവിടെ നൽകുന്നത് എന്നതാണ്. അതേപോലെ പാകിസ്ഥാന്റെ ആഭ്യന്തര സുരക്ഷയ്ക്കും സൈനിക സംവിധാനങ്ങൾക്കും വലിയ വെല്ലുവിളിയാണ് ഈ ഒരു ആക്രമണത്തെ വിലയിരുത്തുന്നത്. അതേപോലെ തന്നെ കൂടുതൽ വിവരങ്ങൾ പുറത്തു വരാനിരിക്കെ തന്നെ മേഖലയിൽ അതീവ ജാഗ്രത ഇപ്പോൾ തുടരുകയാണ്. ഒപ്പം തന്നെ ബലൂചിസ്ഥാനിലെ റെയിൽവേ അടിസ്ഥാന സൗകര്യങ്ങൾക്ക് നേരെ മുൻപും BLA നടത്തിയ ശക്തമായ ആക്രമണങ്ങൾക്ക് ശേഷം സൈനികരുടെ സുരക്ഷയായി യാത്രയ്ക്കായി തന്നെ പാക് സൈന്യം അതീവ രഹസ്യമായ ഗതാഗത ക്രമീകരണങ്ങൾ ഏർപ്പെടുത്തിയിരുന്നു എന്നതാണ് ഇവിടെ ഈ ഒരു ആരോപണമായി തന്നെ ഉന്നയിക്കുന്നത്. അതേപോലെ തന്നെ അശാന്തി നിലനിൽക്കുന്ന ബലൂചിസ്ഥാൻ പ്രവിശ്യയിൽ പാകിസ്ഥാൻ ആർമി ഏർപ്പെടുത്തിയ കടുത്ത സുരക്ഷാ ക്രമീകരണങ്ങൾക്ക് ഏറ്റവും വലിയ പ്രഹരമാണ് ഈ സംഭവം എന്ന വിശേഷണമാണ് ഇപ്പോൾ BLA നൽകിയിരിക്കുന്നത്. ബലൂചിസ്ഥാനിലെ പാകിസ്ഥാൻ ഭരണകൂടത്തിന്റെ സാന്നിധ്യത്തോടുള്ള തങ്ങളുടെ ശക്തമായ എതിർപ്പ് വീണ്ടും ആവർത്തിച്ച് വ്യക്തമാക്കുകയും ചെയ്യുന്നുണ്ട്. അതേസമയം ഈ ആക്രമണത്തിൽ മരിച്ചവരുടെയോ പരിക്കേറ്റവരുടെയോ കൃത്യമായ ഒരു കണക്കുകളെ കുറിച്ച് ഇതുവരെയും BLA ഉന്നയിച്ച അവകാശവാദങ്ങളിൽ എടുത്തു പറഞ്ഞിട്ടില്ല എന്നതാണ് വ്യക്തമാക്കിയിരിക്കുന്നത്. അതോടൊപ്പം തന്നെ പാകിസ്ഥാൻ സൈന്യത്തിന്റെ ഭാഗത്തു നിന്നും ഇതുവരെയും ഒരു ഔദ്യോഗിക സ്ഥിരീകരണവും പുറത്തു വന്നിട്ടില്ല എന്നതും ശ്രദ്ധേയമാവുകയാണ്. ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്.